ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th ലെവൽ മെയിൻസ് എക്സാമുകളുടെയൊക്കെ സമയമായി വരികയാണ് അല്ലേ. അപ്പോൾ പ്രിലിംസ് ഒക്കെ നമ്മൾ പാസ്സായി. ഇനിയിപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കുകളും മെയിൻസ് ആസ്പെക്റ്റിൽ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം ലെവൽ അല്ലെങ്കിൽ ഒരു ബിലോ മീഡിയം ലെവലായിട്ടുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ആയിരിക്കും മിക്കപ്പോഴും വരാറുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ചില ചോദ്യങ്ങൾ അതിൻ്റെ ചില സോഷ്യൽ കണ്ടീഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നമുക്ക് ചില സമയങ്ങളിൽ സാധാരണയായി കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ബേസാക്കിയായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്വദേശി പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഒന്നാമതായി തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമതായി തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബ്രിട്ടീഷ് ആധിപത്യം ഏത് വിധത്തിലായിരിക്കണം പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. ഓൾറെഡി നമ്മുടെ ഒരു യൂട്യൂബിൽ ഞാൻ തന്നെ നിങ്ങൾക്കൊരു സെഷൻ തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ബ്രിട്ടീഷ് ആധിപത്യം സാധ്യമായത് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് 1857 വിപ്ലവത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ധാരാളം ചോദ്യങ്ങൾ വരുന്നതാണ്. ഇതിനെക്കുറിച്ചും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഇനി വരുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷന്, അതിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യമായിരുന്നു. ഇതിന്റെ സമ്മേളനങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ ഇതിന്റെ മുമ്പുള്ള കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ പറയും പോലെ സ്വദേശി പ്രസ്ഥാനം തന്നെയാണ് അല്ലെ. ഈ സ്വദേശി പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയവരാണ്, ഓൾറെഡി പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ് അല്ലെ. അല്ലെങ്കിൽ പോട്ടെ, ഇനി ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിക്കോട്ടെ. ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? നമ്മൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ നമ്മൾ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് അല്ലെ. സമര രീതികളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ നമ്മൾ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇല്ലേ. ഒന്ന് നമുക്കറിയാം, നമ്മൾ ഈ പറയും പോലെ മിതവാദി കാലഘട്ടം തന്നെയാണ്. ഒന്നാമത് മിതവാദി കാലഘട്ടം തന്നെയാണ്. അതായത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദി ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ദേശീയ പ്രസ്ഥാനത്തെ അതിന്റെ സമര രീതികളുടെ അടിസ്ഥാനത്തിൽ 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിന്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് മിതവാദി ദേശീയതയുടെ കാലഘട്ടം തന്നെയാണ്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം. 2ാം ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും തീവ്രവാദി കാലഘട്ടം അല്ലെങ്കിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നതാണ് നമ്മൾ പറയുന്നത്. അത് ആരംഭിക്കുന്നത് 1905-നും 1919-നും ഇടയിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള എല്ലാവിധമായ സംഘടിതമായ കലാപങ്ങൾക്കും ഒരു തീവ്ര ദേശീയ സ്വഭാവം നമുക്ക് കാണാനായി സാധിക്കും അല്ലെ. അതേപോലുള്ള 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗാന്ധിയൻ കാലഘട്ടമായിരുന്നു. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഗാന്ധിയൻ കാലഘട്ടമാണ് അല്ലെ. ഗാന്ധിയൻ കാലഘട്ടം ആരംഭിക്കുന്നത് തന്നെ 1919 തുടങ്ങി 1947 വരെയുള്ള കാലഘട്ടമാണ് എന്ത്? ഗാന്ധിയൻ കാലഘട്ടം. അങ്ങനെ പ്രധാനമായും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ അതിന്റെ സമര രീതികളുടെ അടിസ്ഥാനത്തിൽ 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ 2 ഘട്ടങ്ങളുടെ ഇടയിലാണല്ലോ നമ്മളിപ്പോ പറയാൻ പോകുന്ന നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാലയളവ് അല്ലെ. അതായത് മിതവാദി കാലഘട്ടത്തിന്റെ അവസാനവും തീവ്രദേശീയ പ്രസ്ഥാനങ്ങളുടെ തുടക്കകാലങ്ങളിലും ഉണ്ടാകുന്ന ഏറ്റവും സംഭവബഹുലമായ സംഭവം അല്ലെ. ഏതാണ്? നമ്മളുടെ ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനം അല്ലെ. സ്വദേശി പ്രസ്ഥാനം. അപ്പോ ഈ പോയിന്റ് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയില് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും ഹീനമായ നടപടികളിൽ ഒന്നായ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി
ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു സംഭവത്തെ തുടർന്ന് അതിനെതിരെ വന്നൊരു പ്രസ്ഥാനമാണ് എന്ത്? ഈ സ്വദേശി പ്രസ്ഥാനം. അതായത് 1905 ബംഗാൾ വിഭജനമായിരുന്നു ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനം രൂപീകരിക്കാൻ ഇന്ത്യയിലെ ദേശീയ നേതാക്കളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് അല്ലെ. 1905 ബ്രിട്ടീഷുകാർ നമ്മുടെ ബംഗാളിനെ എന്ത് ചെയ്തു? ബംഗാളിൽ വിഭജനം ഏർപ്പെടുത്തി. അപ്പൊ ചെറിയൊരു കാര്യമല്ല. കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്, ഈ ബംഗാൾ എന്ന് പറയുന്നത് അല്ലെ. ഈ ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചത് അല്ലെ. 1757 പ്ലാസി യുദ്ധത്തിലൂടെയും പിന്നീട് 1764 ബക്സർ കലാപത്തിലൂടെയും ബ്രിട്ടീഷുകാര് നേടിയെടുത്ത ഒരു പ്രദേശം തന്നെയാണ് ഏത്? ഈ പറയുന്ന ബംഗാൾ എന്ന് പറയുന്നത്. അതായത് 1757 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ച യുദ്ധമായ പ്ലാസി യുദ്ധവും അതിനെ തുടർന്ന് 1764 ബക്സർ കലാപാനന്തരവും നമുക്ക് ബ്രിട്ടീഷുകാർക്ക് സ്വതന്ത്രമായി ലഭിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഏത്? ഈ ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത്. അങ്ങനെ 1764 ബക്സർ കലാപത്തിന് ശേഷം 1765 അലഹബാദ് ഉടമ്പടി പ്രകാരം ഈ ബംഗാൾ മേഖലയുടെ നികുതി പിരിവിനുള്ള അധികാരം അഥവാ ദിവാനി അധികാരം പോലും ബ്രിട്ടൻ നേടിയെടുക്കുന്നുണ്ട്. നമുക്ക് പഠിച്ചവർക്ക് അറിയാം അല്ലെ. അപ്പോ വളരെ പ്രധാനമുള്ള, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു സ്ഥലമാണ് ബംഗാൾ. എന്നാല് ഇതേ ബംഗാൾ, ഒരൊറ്റ പോയിന്റിലാണ് നമ്മൾ പോകുന്നത് അല്ലെ, ഇതേ ബംഗാള് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു? നമുക്കറിയാം, നമ്മൾ ഈ ബംഗാളിനെ വിളിക്കുന്നത് തന്നെ, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ബംഗാളിനെ വിളിക്കുന്നത് തന്നെ എന്താണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നാണ് അല്ലെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി. ഓക്കെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ച പ്രദേശവും ബംഗാൾ അല്ലെ. ഇതേ ബംഗാളിൽ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവര് ഇന്ത്യയിൽ കൂടുതൽ കാലം അവരുടെ സാമീപ്യം കൊണ്ടുവരാൻ വേണ്ടി നടപ്പിലാക്കിയതുമായ നയമായ ഭിന്നിപ്പിച്ചു ഭരിക്കുക നയം അവർ നടപ്പിലാക്കിയ പ്രദേശം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ബംഗാളിൽ അല്ലെ. അപ്പൊ ഈ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് പറയുന്ന സ്ഥലം കൂടിയാണ്. ഞാൻ എന്തുകൊണ്ട് ഈ ബംഗാൾ എന്ന് പറയുന്ന മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നണം. ഇനി ഈ ബംഗാളിനെ കുറിച്ച് നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഈ ബംഗാൾ എന്ന് പറയുന്ന ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഈ ബംഗാളിലാണല്ലോ കൽക്കട്ട സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും അധികം സമ്മേളനങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടക്കുന്നത് കൽക്കട്ടയിൽ തന്നെയാണ്. ഈ കൽക്കട്ട അന്നത്തെ ബംഗാളിന്റെ ഭാഗമായ പ്രദേശവുമായിരുന്നു അല്ലെ. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്നിരുന്ന വേദി എന്ന് പറയുന്നതും ഇതേ ബംഗാളിലെ തന്നെ കൽക്കട്ടയായിരുന്നു. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബംഗാൾ അതൊരു ചില്ലറ ആളൊന്നുമല്ല. കാരണം ഇവിടെ ഇദ്ദേഹത്തെ, ഈ ബംഗാളിന് ഇങ്ങനൊരു വിശേഷണം കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ കടന്നു വന്നിരുന്നത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ ഉണ്ടായിരുന്നത്, ദേശീയ പ്രസ്ഥാനത്തിന് ആവശ്യമായ വളരെ കഠിനവും പ്രയത്നവുമുള്ള നിരവധി തീരുമാനങ്ങൾ എടുക്കപ്പെട്ടത്, ഇതെല്ലാം തന്നെ ബംഗാളുമായി ബന്ധപ്പെട്ട ദേശീയ നേതാക്കളിൽ നിന്നുമായിരുന്നു അധികവും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് നമ്മൾ ബംഗാളിനെ വിളിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം എന്താണെന്ന് ഓൾറെഡി നമുക്കറിയാം അല്ലെ. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സംഘടിതമായ കലാപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദേശീയ പ്രസ്ഥാനം. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ നടന്നിട്ടുള്ള നിരവധി സംഘടിത കലാപങ്ങളുടെയും ഉറവിടം പരിശോധിച്ചാൽ അതിൽ കുറെ അധികം വരുന്നതും ഇതേ ബംഗാളിൽ നിന്നാണ്. അതായത് ബംഗാൾ ഒരു ചില്ലറക്കാരനായിരുന്നില്ല ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത്. ഇതേ ബംഗാളിലെ ഒരു പ്രശ്നത്തെ തുടർന്നിട്ടാണ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനവും രൂപപ്പെടുന്നത്. അതായത് നൂറ്റാണ്ടുകളായി നമ്മളെ ഭരിച്ചു മുടിക്കുന്ന ബ്രിട്ടീഷ് ഭരണകെടുതിയെ ഇല്ലാതാക്കാനും
ബ്രിട്ടീഷുകാരെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് ഇന്ത്യൻ ഉൽപാദന രംഗത്ത് വലിയ മികച്ചൊരു മുന്നേറ്റം കൊണ്ടുവരുന്നതിനുമായി മുന്നിലേക്ക് വച്ച ഏറ്റവും പ്രകടമായ മനോഹരമായ ആശയമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശീയ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്ന അതിമനോഹരമായ ആശയം. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണത്തിലൂടെ ബ്രിട്ടീഷ് സാമ്പത്തിക നിലയെ തന്നെ തച്ചുടച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കാൻ ശ്രമിച്ചൊരാശയം. അത്രയ്ക്ക് മനോഹരമായ ഒരു ആശയമായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം. ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് കാരണവും നമ്മൾ പറഞ്ഞു. 1905 ബംഗാൾ വിഭജനമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന്. അതായത് ഇതൊരു ചെറിയ കളിയൊന്നും ആയിരുന്നില്ല. നമ്മൾ നോക്കി, ഈ ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ ഒരു സാമൂഹിക സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഗാന്ധിയൻ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പോലും ഗാന്ധിജി അദ്ദേഹത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന് സജീവ സാന്നിധ്യത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ദേശീയത്തിൽ അഖിലേന്ത്യാ തല പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ആദ്യ പ്രക്ഷോഭമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പോലും അദ്ദേഹം ഊന്നൽ നൽകിയ ഒരു ആശയമായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം എന്നുള്ളത്, അല്ലെ? ഈ ബംഗാൾ വിഭജന നടപടിയിലൂടെ ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യത്തിലുണ്ടായ ഒരു പ്രധാന പ്രശ്നവും അതുതന്നെയാണ്. ബംഗാളിൽ ഇടകലർന്ന് ജീവിച്ചിരുന്ന ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഇത് സാരമായി ബാധിച്ചു, അല്ലെ? ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഇത് സാരമായി ബാധിച്ചു, അല്ലെ? അപ്പൊ ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ ഒരു വിള്ളൽ വീണു. അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് പറയുന്ന ബംഗാളിൽ തന്നെ വളരെ അച്ചടക്കത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ കഴിഞ്ഞിരുന്ന ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് സാധിപ്പിക്കാൻ, ആ ഭിന്നതയിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നടപടിയായിരുന്നു ബംഗാൾ വിഭജന നടപടി എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അതിനെ ബ്രിട്ടീഷുകാർ കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്, അല്ലെ? ഭിന്നിപ്പിച്ചു വരിക. അതിന് ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്. വലിയ ബംഗാളാണ്, വലിയ രാജ്യമാണ്, ഇവിടെ ഭരണപരമായ ഒരു സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഈ രാജ്യത്തെ എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊന്ന് കീറി മുറിച്ചാൽ മാത്രമേ ഇതിനെ സ്വതന്ത്രമായി ഞങ്ങൾക്കൊന്ന് ഭരിക്കാൻ സാധിക്കൂ എന്ന് ബ്രിട്ടീഷുകാർ ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് ഈ ഭിന്നിപ്പിച്ചു ഭരിക്കുക നയം ബംഗാളിൽ അവര് നടപ്പിലാക്കിയെടുത്തത്. അതായത് ചെറിയൊരു കാര്യമൊന്നും ആയിരുന്നില്ല ഇത്, അല്ലെ? ഇനി ബംഗാൾ നോക്കിയേ, നമ്മൾ ഈ ബംഗാൾ വിഭജനം 1905 ജൂലൈ 20-നാണ്. 1905 ജൂലൈ 20 ഈ ബംഗാൾ വിഭജനം കഴ്സൺ പ്രഭു പ്രഖ്യാപിക്കുന്നത്. ബംഗാൾ വിഭജനം ആര് പ്രഖ്യാപിക്കുന്നത്? കഴ്സൺ പ്രഭു പ്രഖ്യാപിക്കുന്നത്, അല്ലെ? ഈ പ്രഖ്യാപനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. എന്നാൽ ഇത് 1905 ഒക്ടോബർ 16 ഈ ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നടപ്പിലാക്കിയത് മിന്റോ രണ്ടാമനുമായിരുന്നു. അപ്പോഴത്തേക്കും ആര് വന്നു? മിന്റോ രണ്ടാമൻ എന്ന അടുത്ത വൈസ്രോയി ഇന്ത്യയിലേക്ക് വന്നു, അല്ലെ? അപ്പോൾ ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തുന്ന ഇന്ത്യയുടെ വൈസ്രോയി കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നടപ്പിലാക്കുന്ന സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി മിന്റോ രണ്ടാമനുമായിരുന്നു, അല്ലെ? വളരെ ചെറിയൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം. ഇനി ഇതിന്റെ സാമൂഹികപരമായ ഒരു സാഹചര്യം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ റീസൺസ് നമുക്ക് നോക്കാം. ജോഗ്രഫിക്കൽ റീസൺ, ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കിയാൽ ഇത് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യ ആണെന്നിരിക്കട്ടെ. ഇത് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയില് ഇവിടെ ആയിട്ട് നിലവിൽ ഉള്ളത് ബംഗ്ലാദേശാണ്. ഇന്നിവിടെ ഉള്ളത് എന്താണ്? ബംഗ്ലാദേശാണ്. ശരിയാണല്ലോ, ബംഗ്ലാദേശ് എന്ന രാജ്യമാണ്. അതിനോട് ചേർന്ന് തന്നെ അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. അതിനു താഴെയായിട്ട് ഒഡീഷയെ നമുക്ക് കാണാം. അതിനു മുകളിലായിട്ട് ബീഹാർ എന്ന സംസ്ഥാനത്തെ നമുക്ക് കാണാം. ഇനി വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് അസാമിനെയും കാണാം, അല്ലെ? അന്നത്തെ ബംഗാൾ എന്ന് പറയുന്നത് ഇത്രയും മേഖലകൾ, ഇത്രയും മേഖലകൾ ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ ബംഗാൾ എന്ന് പറയുന്നത്, അല്ലെ? ഇത്രയും മേഖലകൾ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ പ്രത്യേകതകൾ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ ബംഗാളിനെ രണ്ടായി മുറിച്ചു എന്ന് പറയുമ്പോ നോക്കിയേ, ഒരു കിഴക്കൻ ബംഗാളെന്നും അതേപോലെ തന്നെ പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായാണ് ഇതിനെ മുറിച്ചത്. കിഴക്കൻ ബംഗാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇന്നും ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലെ? അപ്പോൾ ഈ കിഴക്കൻ ബംഗാളിൽ ബഹുഭൂരിപക്ഷം വരുന്നത് മുസ്ലിം വിഭാഗങ്ങളായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കിയാൽ പോലും അവിടെ ഒരു
മറ്റൊരു രാജ്യം അവിടെ ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അല്ലെ. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ വിഭജിച്ചു പോയ ഒരു പ്രദേശങ്ങളിൽ ഒന്നായി മാറി പിൽക്കാലത്ത് ഈ പറഞ്ഞ സ്ഥലവും അല്ലെ. അപ്പോ ഈ ബംഗാൾ വിഭജനം 1905 നടക്കുമ്പോ ഈ കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും ബംഗാളിനെ രണ്ടായി വിഭജിക്കുന്നുവെന്നും കിഴക്കൻ ബംഗാള് ആ സമയത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നു, എന്നാൽ പടിഞ്ഞാറൻ ബംഗാളോ ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയും അല്ലെ, ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മേഖലയുമായിരുന്നു. അതായത് ഈ ഒരു പോയിന്റിനെ ഞാനൊന്ന് വലുതാക്കി കാണിച്ചു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഇരിക്കും അന്നത്തെ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. നോക്കി, ഇവിടെയായിട്ട് ഈ കാണുന്നതാണ് കിഴക്കൻ ബംഗാൾ, ഇവിടെയായിട്ട് ഈ കാണുന്നതാണ് എന്ത് പടിഞ്ഞാറൻ ബംഗാൾ. ഇത് മൊത്തം കൂടി ചേരുന്നതായിരുന്നു അന്നത്തെ ബംഗാൾ എന്ന രാജ്യം. മനസ്സിലായോ? ഓക്കെ, ഇനി ഈ ബംഗാളിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഹിന്ദു മുസ്ലിം പൂരകങ്ങളായി അല്ലെ, പരസ്പര പൂരകങ്ങളായി ജീവിച്ചിരിക്കുന്ന ഒരു പ്രദേശം, അവർ പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു പ്രദേശം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ പ്രദേശം, ഏറ്റവും കൂടുതൽ ശക്തി പകർന്ന പ്രദേശം. ഈ പ്രദേശത്തെയാണ് ബ്രിട്ടീഷുകാർ രണ്ടായി മുറിക്കുന്നത്. ഒന്നിനെ കിഴക്കൻ ബംഗാളെന്നും മറ്റൊന്നിനെ പടിഞ്ഞാറൻ ബംഗാളെന്നും, ഒന്നിനെ കിഴക്കൻ ബംഗാളെന്നും മറ്റൊന്നിനെ പടിഞ്ഞാറൻ ബംഗാളെന്നും അല്ലെ. അങ്ങനെ ഇതിനെ 1905 ഒക്ടോബർ 16 നമ്മുടെ ബംഗാളിനെ രണ്ടായി ഇവർ ഔദ്യോഗികമായി കീറിമുറിച്ചു. അങ്ങനെ പടിഞ്ഞാറൻ ബംഗാളും കിഴക്കൻ ബംഗാളും വന്നു. പടിഞ്ഞാറൻ ബംഗാളിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയായിരുന്നു, കിഴക്കൻ ബംഗാളിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ധാക്കയും അല്ലെ. അപ്പോ ഇങ്ങനെ ബംഗാളിനെ രണ്ടായി അവർ എന്ത് ചെയ്യുകയായിരുന്നു? കീറിമുറിക്കുകയായിരുന്നു അല്ലെ. അങ്ങനെ ബ്രിട്ടീഷുകാര് ഔദ്യോഗികമായി നടപ്പിലാക്കിയ ഈ ബംഗാൾ വിഭജനത്തെ തുടർന്നിട്ടാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ബംഗാൾ വിഭജന പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിൽ വരുന്ന ഒരു സമര രീതിയായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്തായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നടപടി? വിദേശ വസ്തു ബഹിഷ്കരണവും സ്വദേശി വസ്തു പ്രോത്സാഹനവുമായിരുന്നു ഇതിന്റെ പ്രത്യേകത. സ്വദേശി വസ്തു പ്രോത്സാഹനവുമായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഈ സ്വദേശി പ്രസ്ഥാനം രൂപപ്പെട്ട ദിനത്തെ ഇന്ന് ഇന്ത്യയിൽ കണക്കാക്കുന്നത് ദേശീയ കൈത്തറി ദിനമായിട്ടാണ്. ദേശീയ കൈത്തറി ദിനമായി നമ്മൾ കണക്കാക്കുന്നത് സ്വദേശി പ്രസ്ഥാനം രൂപപ്പെട്ട ദിനത്തെയാണ് നമ്മൾ സ്വദേശി അല്ലെങ്കിൽ ദേശീയ കൈത്തറി ദിനം എന്ന് പറയുന്നത്. അപ്പോ എന്നാണ് ദേശീയ കൈത്തറി ദിനം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമന്റ് ചെയ്യണം. എന്നാണ് ദേശീയ കൈത്തറി ദിനം എന്നുള്ളത്? ആ ദിവസം തന്നെയാണ് സ്വദേശി പ്രസ്ഥാനം രൂപപ്പെട്ടതും. ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ അനുസ്മരണാർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ദേശീയ കൈത്തറി ദിനമായി ആ ദിനത്തെ തന്നെ തിരഞ്ഞെടുത്തത്. അപ്പൊ ആ ദിനം ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. മറന്നുപോകുമോ? ഇല്ല. ഇനി രണ്ടാമത് നമുക്ക് നോക്കിയേ, കിഴക്കൻ ബംഗാളും അതേപോലെ തന്നെ പടിഞ്ഞാറൻ ബംഗാളും ഉണ്ടായി. പടിഞ്ഞാറൻ ബംഗാളിന്റെ ആസ്ഥാനം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും പ്രധാനപ്പെട്ട ഫാക്ടറികളും ഒക്കെ അന്ന് സ്ഥിതി ചെയ്തിരുന്നത് ഈ കൽക്കട്ടയ്ക്ക് ചുറ്റുമാണ്. എന്നാലോ ഈ പറയുന്ന കൽക്കട്ട കേന്ദ്രീകരിച്ചുള്ള ഫാക്ടറികളിലേക്കുള്ള അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നതോ ഈ പറയുന്ന പടിഞ്ഞാറൻ ബംഗാളിൽ നിന്നുമായിരുന്നു. അതായത് എക്കണോമിക്കലി കുറച്ചും കൂടി, സാമ്പത്തികപരമായി കുറച്ചുകൂടി ഭദ്രതയാർന്ന മേഖലയായി പടിഞ്ഞാറൻ ബംഗാൾ മാറുന്നു. എന്നാലോ കിഴക്കൻ ബംഗാളിനും അങ്ങനെ ഉള്ള അവസ്ഥയല്ല. കിഴക്കൻ ബംഗാളിനെ എടുത്തുകൊണ്ട് അത് വറ്റി വരണ്ട ഒരവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ട് പടിഞ്ഞാറൻ ബംഗാൾ സജീവമാകുന്നു എന്നൊരു ചിന്ത മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരന്റെ ശ്രമം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ദേശീയ നേതാക്കളൊക്കെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് അല്ലെ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒക്കെ വളരെ മനോഹരമായ പ്രഖ്യാപനങ്ങൾ നടന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന ബംഗാൾ വിഭജനവും അതിനെ തുടർന്നുണ്ടായ സ്വദേശി പ്രസ്ഥാനവും അല്ലെ. രക്ഷാബന്ധൻ ദിനമായൊക്കെ ഈ ഒക്ടോബർ 16 എന്ന ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ദിനത്തെ കണക്കാക്കാൻ പറഞ്ഞതുപോലും നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. എന്ത് ചെയ്യുക? ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ അവരുടെ കൈത്തണ്ടയിൽ പരസ്പരം രാഖികൾ അണിയിച്ചുകൊണ്ട് നമ്മുടെ സാഹോദര്യം ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ആഹ്വാനം നടന്നതും അദ്ദേഹത്തിന്റെ മനോഹരമായ നിരവധി ഉദ്ധരണികൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ടുണ്ട് അല്ലെ. അപ്പോ
മെയിൻസിന് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ്. വളരെ അടിസ്ഥാനപരമായി അതിന്റെ എല്ലാ സാധ്യതകളെയും മനസ്സിലാക്കി കുറെ ഫാക്ട്സ് വായിക്കുന്നതിനോടൊപ്പം തന്നെ അടിസ്ഥാനപരമായി അതിന്റെ ആപ്ലിക്കേഷനുകൾ മനസ്സിലാക്കിയുള്ള ഒരു പഠനമാണ് ഇവിടെ ആവശ്യമായി വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പഠനമായിരിക്കണം എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഓക്കെ, അപ്പോ എന്താണ് ഈ ബംഗാൾ വിഭജന നടപടിക്ക് കാരണമായത്? അതിന്റെ ഒരു സാമൂഹിക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യങ്ങളെ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി ഉണ്ടായ നടപടിയായിരുന്നു എന്ന് നമ്മൾ ഇതിനെ പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ നടപടി ശരിക്കും തൊട്ടടുത്ത വർഷം, അതായത് ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്ന 1905 തൊട്ടടുത്ത വർഷം 1906 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സമാന്തരമായി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കായി മറ്റൊരു സംഘടന രൂപപ്പെടുന്നുണ്ട്. അത് ഈ പറയുന്ന കിഴക്കൻ ബംഗാളിലെ ധാക്ക കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായ ഒരു സംഘടനയാണ്. ഏതാണ് 1906 ധാക്ക കേന്ദ്രീകരിച്ചുണ്ടായ സംഘടന എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോ കൂടുതൽ ഇത്തരം വിശദാംശമുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മറ്റൊരു ദിവസം കാണാം. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോൾ ഈ രീതിയിൽ പഠിക്കാനായി ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മനസ്സിലാക്കി നന്നായി വിശദീകരിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും ക്ലാസ്സിൽ കാണാം. തൽക്കാലം ഞാൻ ബൈ പറയുകയാണ്. താങ്ക് യു.